പ്രജകളോട് മാത്രമാണ്. ഞാൻ കടപ്പെട്ടിരിക്കുന്നത് പ്രജകളോട് മാത്രമാണ്. ഈ കൈയടിക്കുന്നവരെ ഒന്ന് നോക്കൂ, ലജ്ജ തോന്നുന്നു. ജനാധിപത്യത്തിൽ പൗരൻ എന്ന വോട്ടറിന്റെ പ്രസക്തിയും പൊസിഷനും എന്താണെന്ന് അറിയില്ലാത്ത ഇവർ സന്തോഷം കൊണ്ട് പുളകിതരാവുകയാണ്. ഇവരാണ് ജനാധിപത്യ ക്രമത്തിലെ ഏറ്റവും വലിയ ശാപവും പരാജയവും. ഫ്യൂഡൽ ഭരണ സംവിധാനത്തിൽ പൗരന്മാർ അനുസരിക്കപ്പെടേണ്ടവരും ഭരിക്കപ്പെടേണ്ടവരും വിധിക്കപ്പെടേണ്ടവരുമാണ്. എന്നാൽ പുതിയ യുഗത്തിലെ ജനാധിപത്യ സംവിധാനത്തിൽ ഇപ്പറഞ്ഞ പൗരന്മാരുടെ ഏറ്റവും വലിയ അവകാശം വോട്ടവകാശമാണെങ്കിൽ അവരുടെ റോൾ കിങ് മേക്കറിന്റേതാണ്. ജനപ്രതിനിധികളായിട്ട് സർക്കാരിനും പൗരന്മാർക്കും ഇടയിലുള്ള ബ്രിഡ്ജ്, മീഡിയേറ്റർ, മീഡിയം എന്നീ റോളുകളിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നതും ചെയ്യപ്പെടേണ്ടതും. പ്രജകളുടെ അല്ല, പൗരന്മാരുടെ അവകാശങ്ങളും ആവശ്യങ്ങളും ആവലാതികളും ഗവൺമെന്റിന്റെ ശ്രദ്ധയിലും ഗവൺമെന്റിന്റെ സംവിധാനങ്ങളിലും എത്തിക്കുക. അതുപോലെ തന്നെ ജനങ്ങളുടെ ബെനിഫിറ്റ്സും റൈറ്റ്സും ഒക്കെ ഗവൺമെന്റിൽ നിന്ന് ജനങ്ങൾക്കും അല്ലെങ്കിൽ പൗരന്മാർക്ക് മേടിച്ചു കൊടുക്കുക എന്ന ഈ ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ ജനപ്രതിനിധിയുടെ റോൾ സേവകന്റേത് മാത്രമാണ്. ഡെമോക്രസിയുടെ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ചാൽ ഭൂരിപക്ഷം കിട്ടിയ സുരേഷ് ഗോപിയുടെ പാർട്ടി, അതായത് BJP, ഭരിക്കാൻ ഒരു മന്ത്രിസഭ ഉണ്ടാക്കിയപ്പോൾ സുരേഷ് ഗോപിയെ മന്ത്രിയാക്കി. ഇവിടെ അദ്ദേഹത്തെ മന്ത്രിയാക്കിയത് ജനങ്ങളല്ല, മറിച്ച് BJP എന്ന രാഷ്ട്രീയ പാർട്ടിയാണ് എന്നതൊരു പൊളിറ്റിക്കൽ ഫാക്ടാണ്. പക്ഷേ അദ്ദേഹം ഡൽഹിയിലെത്തിയത് ലോക്സഭ എന്ന ലോവർ ബോഡി വഴിയാണ്.